ഹായ്, എൻ്റെ പേര് പ്രീജു സുകുമാരൻ. ഞാൻ സൂര്യ പ്രീജു. ഇറ്റ്സ് അവർ ഡ്രീം ഹോം. ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിലാണ് 15 വർഷമായിട്ട്. ഞങ്ങൾ വീട് റിനോവേഷൻ ചെയ്യണമെന്ന് തീരുമാനമെടുത്തതിന് ശേഷമാണ് കസിൻ്റെ ഒരു വീട് ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ വിളിക്കുകയുണ്ടായി. അപ്പം ഞങ്ങൾ അതിനകത്ത് പങ്കെടുത്തു. അതിൻ്റെ വർക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ഇമ്പ്രസ്ഡായി. അങ്ങനെയാണ് ഞങ്ങൾ പാർപ്പിടം ബിൽഡേഴ്സിൻ്റെ വൈശാഖിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരു ലിവിങ് സ്പേസ്, 2 ലിവിങ് റൂം വേണമായിരുന്നു, പിന്നെ പൂജാ സ്പേസ്, മോഡുലാർ കിച്ചൺ, ബെഡ്റൂം 4 ബെഡ്റൂം വേണമായിരുന്നു, പിന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഏരിയ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കൺസേൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചായിരുന്നു. അപ്പം പഴയ വീടായതുകൊണ്ട് മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അത്, അപ്പം അതിൻ്റെ സ്ട്രെങ്ത്ത് കാര്യങ്ങൾ ഓക്കെ ആയിരിക്കുമോ എന്ന് ഞങ്ങൾ എഞ്ചിനീയർ വൈശാഖിനടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ടൊരു ആൻസർ തന്നിരുന്നു. നല്ല രീതിയിൽ തന്നെ റെഡിയാക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 8 മാസത്തിനുള്ളിൽ പണിയെല്ലാം കഴിഞ്ഞിരുന്നു. വർഷം മുമ്പ് പണിത വീട് ഇത് ഞാനായിട്ട് പണിയിപ്പിച്ചു. 1300 സ്ക്വയർ ഫീറ്റ്. അത് മകനായിട്ട് അത് വ്യത്യാസം വരുത്തി മുകളിൽ 2 മുറി താഴെ 2 മുറി ആയിട്ട് പണിയിച്ചു. വീട് പണിത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാം കൊണ്ടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. ഞാൻ പ്രദീപ്. ഇതെൻ്റെ ബ്രദറിൻ്റെ വീടാണ്. അപ്പോൾ ബ്രദർ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളിൽ നോക്കിയെടുത്തതിന് ഞാൻ തന്നെയായിരുന്നു കൂടെ നിന്ന്, വൈശാഖിൻ്റെ കൂടെ നിന്ന്. ശരിക്കും ഒരു മീഡിയേറ്റർ റോളായിരുന്നു എനിക്കിത്. വൈശാഖ കാര്യങ്ങളൊക്കെ പറയും, അതനുസരിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ആളോട് വീണ്ടും കോൺടാക്ട് ചെയ്തിട്ടാണ് പണി ആരംഭിക്കുന്നത്.
താങ്ക്സ് എൻ്റെ പാർട്ട്ണർ ടീമിന് എല്ലാത്തിനും കൂടെ നിന്ന് വളരെ വൃത്തിയായി ഭംഗിയായി ക്ഷമയോടെ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചതിന് താങ്ക്സ് ഒരിക്കൽ കൂടി. എൻ്റെ പേര് ഹരികുമാർ. ഞാൻ പാർപ്പടം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിലെ ഡ്രാഫ്റ്റ്മാനാണ്. ഞാൻ ഈ പ്ലാനിൻ്റെ പാർട്ടായിരുന്നു. പ്ലാൻ വയ്ക്കുന്നതിന് എൻ്റെ പ്രതീക്ഷയുടെ ഫാമിലിയാണ് ഞങ്ങളുടെ അടുത്തിൽ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് കുറേ ടാസ്കുകൾ ഉണ്ടായിരുന്നു. വീടുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളെ പറ്റിയുള്ള അതിന് നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു പണിത് പൂർത്തീകരിക്കാൻ ഞങ്ങൾ സാധിച്ചു. എൻ്റെ പേര് ഷാരോണം പരമേശ്വരൻ. ഞാൻ പാർപ്പടം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിലും സൂപ്പർവൈസറാണ്. ഞാൻ ജോയിൻ ചെയ്ത പിന്നെ എൻ്റെ ആദ്യത്തെ സൂപ്പർവിഷൻ വർക്കാണിത്. ഇതൊരു റിനോവേഷൻ വർക്കായിരുന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ വീട്ടുകാർ, ക്ലയൻറ്റും പിന്നെ നമ്മുടെ എഞ്ചിനീയറും എല്ലാവരും നല്ല രീതിയിലുള്ള കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എൻ്റെ പേര് അമലെന്നാണ്. ഞാൻ ഇൻസൈഡ് ലാൻഡ്സ്കേപ്സ് എന്ന കമ്പനിയുടെ ഓണറാണ് മൂവാറ്റുപുഴ. ഇതിൻ്റെ ലാൻഡ്സ്കേപ്സിന് വേണ്ടി നമ്മുടെ പാർപ്പടം ബിൽഡേഴ്സ് വന്ന് നമ്മളെ സമീപിക്കുകയും ക്ലയൻറ്റിന് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ വർക്കുകൾ കാണിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്താണ് നമ്മുടെ സാധനങ്ങളും ഈ ബിൽഡിനും ഒക്കെ നമുക്ക് ഈ സ്പോട്ടിൽ എന്ന ക്രാഫ്റ്റേഴ്സ് എന്ന കമ്പനി ഷോപ്പിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പെയർ ബ്ലോക്കാണ് ചെയ്തിരിക്കുന്നത്. പെയർ ബ്ലോക്ക് നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ് ചെയ്യുന്നത്. ഹായ്, ഐ എം വൈശാഖ്, മാനേജിംഗ് ഡയറക്ടർ, പാർപ്പടം ബിൽഡേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. നമ്മൾ ഒത്തിരി വീടുകൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു വാവ് ഫാക്ടർ കിട്ടുന്ന വീടുകൾ വളരെ കുറവാണ്. അത്തരത്തിലൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ഈ പ്രിജു ചേട്ടനും പ്രിജുവിൻ്റെ വൈഫിനും വേണ്ടി നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചത്. ഒരു 1300 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഒരു 15 to 17 years പഴക്കമുണ്ടായിരുന്ന ഒരു വീട്. അവർക്ക് അതിൻ്റെ അകത്ത് ഒരു പുതിയ വീട് പണിയുക എന്നുള്ളൊരു താല്പര്യം അവർക്കിവിടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇതിൻ്റെ അകത്ത് ഈ പ്രൊജക്റ്റ് തന്നെ ഒന്ന് റെനോവേറ്റ് ചെയ്യുക, അവരുടെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളൊരു ഇതുമായിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. അവർ ഓൾറെഡി നമ്മുടെ 1-2 പ്രോജക്ട്സ് കംപ്ലീറ്റ് ആയത് കാണുകയും അതിൽ സാറ്റിസ്ഫൈഡ് ആയതിൻ്റെയും പേരിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർ വന്ന് പറയുന്ന റിക്വയർമെൻറ്റ്സ് ഈ വീട്ടിൽ എത്രത്തോളം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കും ആക്ച്വലി തുടക്കത്തിലൊരു സംശയമുള്ള കാര്യമായിരുന്നു. എങ്കിലും അവരുടെ റിക്വയർമെൻറ്റുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുൾഫിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റ് തീരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് അവരിൽ നിന്നും എല്ലാം കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ 1300 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഒരു വീട് ഇപ്പോൾ നമ്മൾ റെനോവേറ്റ് ചെയ്ത് അറൗണ്ട് 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് എത്തിക്കുമ്പോൾ 3 ബെഡ്റൂം ആയിരുന്ന ഒരു വീട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 3 ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ 2 ബെഡ്റൂം ആക്കി കൺവേർട്ട് ചെയ്തു. ശേഷം മുകളിൽ 2 ബെഡ്റൂം എടുത്തു. ഓൾമോസ്റ്റ് ഒരു 4 ബെഡ്റൂം പ്ലസ് ഒരു സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസ്, ഒരു ഡൈനിങ് സ്പേസ്, ഒരു കോർട്ട്യാർഡ്, ഒരു മോഡുലാർ കിച്ചൺ, ഓപ്പൺ കിച്ചണായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയത്, പ്ലസ് മുകളിൽ 2 ബെഡ്റൂം, ഒരു അപ്പർ ലിവിങ് സ്പേസ്, ഒരു ഫാമിലി ലിവിങ് സ്പേസ്, ഒരു ബാൽക്കണി, അങ്ങനെ അവരുടെ എല്ലാ റിക്വയർമെൻറ്റുകളും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതും ആ പ്രൊജക്റ്റിൽ ആ ക്ലയൻറ്റും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതുമാണ് നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്.